രേണുസുതിയോട് വീണ്ടും ഒരു വാക്ക് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പൊന്നു രേണുസുതിയെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കണ്ട പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് ആ അതുൽ എന്ന് പറഞ്ഞ പയ്യനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കുക? പോലീസ് സ്റ്റേഷനിൽ ഈ നിങ്ങൾ കൊടുത്ത പരാതി എടുക്കാനുള്ള റൈറ്റ്സ് ഇല്ല. അത് ഡിഫോമേഷൻ കേസാണ്. നിങ്ങൾ കോടതിയിൽ പോകൂ. പിന്നെ നിങ്ങൾ എന്തൊക്കെയാണെന്ന് കരുതി നിങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിച്ച് കേസെടുക്കുന്ന കാലമൊക്കെ പോയി. സ്ത്രീകൾ പറയുന്നത് മാത്രം കേട്ട് കേസെടുക്കുന്ന യുഗങ്ങളൊക്കെ പോയി. മനസ്സിലായ? അതൊക്കെ മാറ്റം വന്നു. ഇനി അങ്ങനെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ നിങ്ങൾ അന്ന് കേസ് കൊടുത്തിട്ട് അതുൽ വന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായില്ല. നിങ്ങളുടെ അച്ഛനെ പറഞ്ഞു കേട്ടോ. ഇപ്പം നിങ്ങൾ ഫ്രീ ആയപ്പം അവിടെ വരുമ്പം അതുൽ അവിടെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഹങ്കാരമല്ലേ? നിങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു അഹങ്കാരം. ഇപ്പം മനസ്സിലായില്ലേ? നിങ്ങളൊന്നുമല്ല. നിങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങൾ, നിങ്ങൾ പറയുന്ന കളത്തരങ്ങളൊക്കെയാണല്ലോ ആ പയ്യൻ വലിച്ചെറി ഒട്ടിക്കുന്നത്. നിങ്ങൾ സത്യങ്ങൾ ഒന്നും പറയുന്നില്ലല്ലോ. പിന്നെ ഒരാൾ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ കല്ലും നെല്ലും തിരിച്ച് ഒരാൾക്ക് അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഒരിക്കലും അതുൽ നിങ്ങളെ ബോഡി ഷെയിം ചെയ്തിട്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, മീഡിയയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ടാണ് അതുൽ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആ പയ്യനെതിരെ നിങ്ങളൊരു കേസും കൊടുത്തിട്ട് ഫയൽ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ കരുതി? ആ പയ്യനെ വിളിച്ച് പോലീസുകാർ ഹറാസ്മെന്റ് ചെയ്ത് അവൻ്റെ പേരിൽ കേസ് എടുക്കുന്നോ? FIR ഇട്ട്? അതിന് നിയമമില്ല. പോലീസുകാരെ തെറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല രേണുസുതി, ഒരു കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ നിയമത്തിലില്ല. ആ വകുപ്പെടുത്ത് മാറ്റി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ കണ്ട് കോടതി സമീപിച്ച് അതിൻ്റെ പേരിൽ കേസിന് പോകാം. അല്ലാതെ പോലീസുകാർ മനഃപൂർവ്വം കേസെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരുടെ മണ്ടലോട്ടൊന്നും കയറണ്ട. നിങ്ങൾ കുറേ മീഡിയക്കാരെ വിളിച്ച് അവിടെ കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾക്ക് തോന്നുമ്പം പോലീസ് സ്റ്റേഷനിലോട്ട് വന്നിട്ട് അവനെ വിളിച്ചു വരുത്തുമെന്ന് പറയാൻ നിങ്ങളാരാ? അങ്കമാലിയിലെ പ്രധാനമന്ത്രിയോ? കിലുക്ക സിനിമയ്ക്കകത്ത് രേവതി പറയുന്ന നമുക്ക് നിങ്ങളാരാ? നിങ്ങളുടെ അമ്മാവൻ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണോ? നിങ്ങൾ വരുന്ന സമയത്ത് ഓരോരുത്തർ അവിടെ എത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നീതിയും നിയമങ്ങളും ഒക്കെ ഉണ്ട്. മനസ്സിലായോ? അതനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും. കൊണ്ടുവന്ന് ഓരോ പരാതി കൊടുക്കുമ്പം പെട്ടെന്ന് ആരെയും വിളിച്ചൊന്നും വരത്തില്ല. ശരിയും തെറ്റും അറിഞ്ഞിട്ട് ഇപ്പോൾ പോലീസ് കേസെടുക്കത്തുള്ളൂ. ചില സ്റ്റേഷനിൽ ചില ആൾക്കാർ പോലീസുകാർ പ്രതികൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. അതെനിക്കും അനുഭവമുള്ള കാര്യമാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഡിഫോമേഷൻ കേസാണ്. അതിൽ പോലീസിന് ഒരിക്കലും കേസെടുക്കാനുള്ള റൈറ്റ്സ് ഇല്ല രേണുസുതി. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞൊക്കെ കുറേ ഇത് കാണിക്കുന്നു. ഒരു വിധവയാണെന്നുള്ള പരിഗണനയില്ല. നിങ്ങളാണോ കേരളത്തിലെ ആദ്യത്തെ വിധവ? ഇവിടെ വിധവയായ കുറേ സ്ത്രീകൾ വേറെയുണ്ട്. നിങ്ങൾ വിധവയാണെന്ന് പറയുന്നു. ഇപ്പം നിങ്ങൾ വിധവയാണല്ലേ? നേരത്തെ നിങ്ങൾ പറഞ്ഞ എന്തോ വിധവയായ വെള്ളസാരിയും ധരിച്ച് അകത്തിരിക്കണമെന്ന്. ഇപ്പം സമൂഹത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ വിധവ. അപ്പം നിങ്ങൾക്ക് വിധവ എന്ന് പറയുന്ന വാക്കിന് വാല്യൂ നിങ്ങൾ കൊടുക്കുന്നു അല്ലേ? നേരത്തെ നിങ്ങൾ പറഞ്ഞത് വിധവയാണെന്ന് പറഞ്ഞുകൊണ്ട് വിധവയായിട്ടിരിക്കണോ, അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെയാണ് നിങ്ങൾ സമൂഹത്തിൽ ചോദിച്ചത്. ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു വിധവയാണെന്ന് പോലീസ് കണ്ടില്ലെന്ന്. എന്തോ